ആദ്യം തന്നെ ഈ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്ന ഞങ്ങളുടെ ദില്ലി പ്രതിനിധി വിഷ്ണു തലവൂർ നമ്മളോടൊപ്പം ചേരുകയാണ്. വിഷ്ണു, നമ്മളിന്ന് ഭാരതം ശ്രദ്ധിക്കേണ്ട, ഒപ്പം തന്നെ കേരളം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇന്ന് ജനങ്ങൾക്ക് നൽകിയത്. ഈ വാർത്ത മുസ്ലിം ലീഗ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശത്തെ അനുകൂലിച്ചുകൊണ്ട് ഒരു നിലപാട് പാർലമെൻ്ററി കമ്മിറ്റി മുമ്പാകെ സ്വീകരിച്ചു എന്നാണ്. അത് ആ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്ത് വെച്ചപ്പോൾ അക്കാര്യത്തിൽ ആ രേഖയിൽ കൃത്യമായി തന്നെ പരാമർശിക്കുന്നുമുണ്ട്. ഈ വാർത്തയാണ് ഇന്ന് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയമാകുമ്പോൾ ജനങ്ങൾക്ക് മുമ്പിൽ നൽകിയത്. എന്താണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ എന്ന് ഈ സംവാദത്തിന് ആമുഖമായി ഒന്ന് ബ്രീഫ് ചെയ്യാം. വിഷ്ണു. NBC തീർച്ചയായിട്ടും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ചർച്ചയാകുമ്പോൾ വളരെ പ്രധാനപ്പെട്ട റിപ്പോർട്ട് തന്നെയാണ് നമ്മളിന്ന് പുറത്തുവിട്ടത്. 2015 പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ പേഴ്സണൽ പബ്ലിക് ഗ്രീവൻസസ് ലോ ആൻഡ് ജസ്റ്റിസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ 9ാം റിപ്പോർട്ടിലാണ് മുസ്ലിം ലീഗ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ സ്വാഗതം ചെയ്തുകൊണ്ട് നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അന്ന് ഈ പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഫീസിബിലിറ്റി ഓഫ് ഹോൾഡിംഗ് സൈമിൾട്ടേനിയസ് ഇലക്ഷൻസ് ടു ദ ഹൗസ് ഓഫ് പീപ്പിൾ, ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസ്, ഇതിൻ്റെ ഒരു ഫീസിബിലിറ്റി, ഒരു ഒറ്റ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡിയാണ് നടത്തിയത്. ആ സാഹചര്യത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളോട് ഈ ഒരു കാര്യം എന്താണ് നിലപാട് എന്നത് കൃത്യമായി തന്നെ ചോദിച്ചിരുന്നു. അവർ ഈ സമിതിയുടെ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സഭയിൽ വയ്ക്കുന്നത് 2015 ഡിസംബർ 17 രാജ്യസഭയിൽ അവതരിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ അന്ന് തന്നെ, അതായത് 2015 ഡിസംബർ 17 തന്നെ ലോക്സഭയുടെ മേശപ്പുറത്ത് 79ാം റിപ്പോർട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാട് ഇങ്ങനെയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. ദ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഹാസ് സപ്പോർട്ടഡ് ദ ഐഡിയ ഓഫ് ഹോൾഡിംഗ് സൈമിൾട്ടേനിയസ് ഇലക്ഷൻസ് ഇൻ ദ കൺട്രി ആൻഡ് ഹാസ് സ്റ്റേറ്റഡ് ദാറ്റ് ഇറ്റ് വുഡ് ലീഡ് ടു സിഗ്നിഫിക്കൻറ്റ് സേവിംഗ് ഇൻ time, energy and resources of the country. ഇത്തരത്തിലാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മുസ്ലിം ലീഗ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിക്കുന്നു, അതിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് അതിന് വേണ്ടി പറയുന്ന കാര്യം, ഇത്തരത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുകയാണെങ്കിൽ സമയം, അതോടൊപ്പം തന്നെ അധ്വാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് സേവ് ചെയ്യാൻ കഴിയും. ആ ഒരു നിലപാടാണ് മുസ്ലിം ലീഗ് 2015 പാർലമെൻ്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മുന്നിലെടുത്തത്. അതിൻ്റെ രേഖകളാണ് നമ്മൾ ഇന്ന് പുറത്തുവിട്ടത്. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം കൈരളി ന്യൂസ് പുറത്തുവിട്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ടായിരുന്നു. ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പഠിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നിയമിച്ച മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള സമിതിക്ക് മുന്നിൽ മുസ്ലിം ലീഗ് അഭിപ്രായം രേഖപ്പെടുത്തിയില്ല എന്നൊരു കാര്യം. അത് മുസ്ലിം ലീഗ് മാത്രമല്ല, മുസ്ലിം ലീഗും RSPയും രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള സമിതിക്ക് മുന്നിലേക്ക് പോയിരുന്നില്ല. ആ സമിതിയുടെ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 15 രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ്. അതിൽ മുസ്ലിം ലീഗും RSPയും നോട്ട് റെസ്പോണ്ടഡ് എന്ന് തന്നെയാണ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള സമിതിയുടെ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിൽ മുസ്ലിം ലീഗ് ഈ ഒരു സമിതിക്ക് മുന്നിൽ പോകാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ മുസ്ലിം ലീഗിൻ്റെ മുൻകാലങ്ങളിലുള്ള ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലെ നിലപാടുകൾ കൂടി നമ്മൾ കൈരളി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന ഒരു സാഹചര്യമുള്ളത്. NBC. വിഷ്ണുവാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.